നടൻ ദിലീപും മഞ്ജു വാര്യരും പിണക്കം മറന്ന് വീണ്ടും ഒന്നായി എന്ന രീതിയിൽ വ്യാപകമായി പ്രചരിച്ച വീഡിയോയ്ക്ക് പിന്നാലെയാണ് എല്ലാവരും. കാക്കനാട് നടന്ന നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫന്റെ തിയേറ്റർ ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം ദിലീപ് മഞ്ജു വാര്യർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെയാണ് പിണക്കം മറന്ന് ഇരുവരും ഒന്നായി എന്ന രീതിയിൽ വാർത്ത വ്യാപകമായി പ്രചരിച്ചത്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഇരുവരും ഒരേ വേദിയിൽ ഒന്നിച്ചെത്തിയതും ഇങ്ങനെ ഒരു വീഡിയോ പ്രചരിച്ചതിന് പിന്നിലും മറ്റെന്തോ ഗൂഢലക്ഷ്യമാണെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ സനൽകുമാർ ശശിധരൻ. വീണ്ടും ദിലീപ് മഞ്ജു വാര്യരും പരസ്പരം കൈകൊടുക്കുന്ന വീഡിയോ വന്നതിന് പിന്നാലെ തന്നെ സനൽകുമാർ ശശിധരൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ആരോപിക്കുന്ന പ്രശ്നങ്ങൾ മുറുകെ പിടിക്കുന്നതിനോടൊപ്പം പുതിയ ചില സംശയങ്ങളും സനൽകുമാർ ശശിധരൻ ന്യൂസ് കേരള മലയാളത്തോട് പങ്കുവയ്ക്കുകയുണ്ടായി. സനൽകുമാർ ശശിധരന്റെ വാക്കുകളിലേക്ക്. ഒരു സിനിമാ തിയേറ്റർ ഉദ്ഘാടനത്തിന് മഞ്ജു വാര്യറും ദിലീപും കൈ കൊടുക്കുന്ന ഒരു വീഡിയോയെ പറ്റി ചേട്ടൻ പറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റ്. അതില് ചേട്ടൻ പറയുന്ന ഒരു കാര്യം, മഞ്ജുവിന് ചുറ്റുമുള്ളത് ഒരു ടീം എന്ന് പറയുന്നത് മഞ്ജുവിന് പരിചയമില്ലാത്തവരുടെ കൂടെ നിന്നിട്ട് ഒരു ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ വളഞ്ഞ് എല്ലാവരും കൂടി നിൽക്കുന്ന രീതിയിലുള്ള, എന്താണത് അങ്ങനെ പറയാനുള്ള ഒരു കാരണം? അല്ല, ആ വീഡിയോ നമ്മളിപ്പോ എന്താണ് മഞ്ജു വാര്യർ ദിലീപ് കണ്ടുമുട്ടി കൂടിക്കാഴ്ച എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രൊപ്പഗാൻഡ ന്യൂസ് പ്രചരിക്കുന്നുണ്ട്. സത്യത്തിൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത്, ആ വീഡിയോ അവര് ആദ്യം പിന്നെ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ ഉള്ള വീഡിയോ അല്ല, അത് പിന്നീട് ഷൂട്ട് ചെയ്തിരിക്കുന്നതാണ്. അത് മഞ്ജു വാര്യർ അതിനകത്തുണ്ടോ അതോ ഇനി വേറെ ഏതെങ്കിലും ഡ്യൂപ്പിനെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ട് മഞ്ജു വാര്യന്റെ ഫേസ് ഇമ്പോസ് ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഡൗട്ട് ഉണ്ട്. പക്ഷെ എന്തായാലും അത് പിന്നെ ഒരു പ്രോപ്പർ വീഡിയോ അല്ല. അത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്തതാണെന്ന് കണ്ടാൽ അറിയാൻ പറ്റും. കാരണം ആ വീഡിയോയിൽ, അതിന്റെ ഒറിജിനൽ വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അതിന്റെ അടുത്ത് പിന്നെ പൃഥ്വിരാജ് ഉണ്ട്, പിന്നെ അതുപോലെ ജയസൂര്യ ഉണ്ട്. ദിലീപിന്റെ കൂടെ ലിസ്റ്റിൻ സ്റ്റീഫൻ കടന്നു പോകുന്നുണ്ട്. ലിസ്റ്റിൻ സ്റ്റീഫന്റെ പുറകെ ഒരു കുട്ടി കടന്നു പോകുന്നുണ്ട്. ഇതൊന്നും തന്നെ ഈ പറയുന്ന ഇപ്പോഴത്തെ പുതിയ വീഡിയോയിൽ ഇല്ല. അത് മാത്രല്ല, ആ ഇവന്റില് തിയേറ്റർ ഫുൾ ആയിരുന്നു. ഇപ്പോഴത്തെ വീഡിയോ കാണിക്കുന്നത് തിയേറ്റർ ഓൾമോസ്റ്റ് എംപ്റ്റി ആണ്. അപ്പോ മഞ്ജു വാര്യരാണ് അതിനകത്ത് ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ത്രെട്ടനിങ് ആണ്. അങ്ങനെ ഒരു സ്ഥലത്ത് ഈ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് ഇത്രയും പുരുഷന്മാര് നിർത്തിയിട്ട് ഒരു എംപ്റ്റി സ്പേസിൽ ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. പക്ഷെ അതിലും നമ്മൾ വീഡിയോ പുറത്ത് കണ്ടിരിക്കുന്ന വീഡിയോയില് മഞ്ജു വാര്യർ നല്ല സന്തോഷത്തിലാണ്, അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ടാണ് കൈ കൊടുക്കുന്നത്. അതാണ് ഇപ്പോ ഞാൻ എത്ര കാലം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, അവരെന്നോട് പറഞ്ഞത് തന്നെ അവർക്ക് പപ്പറ്റായിട്ട് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നോട് പറഞ്ഞിരിക്കുന്നതും അങ്ങനെ ഒരു ത്രെട്ടനിങ് സിറ്റുവേഷനിലാണ് അവർ ജീവിക്കുന്നത്, വെറും പപ്പറ്റായിട്ടാണ് ജീവിക്കുന്നത് എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ വീഡിയോയിൽ മഞ്ജു വാര്യർ ആണോ എന്ന് എനിക്ക് പൂർണ്ണമായിട്ടും ഉറപ്പില്ല. ചിലപ്പോ അതൊരു പിന്നെ ഈ പറയുന്ന മാനിപ്പുലേറ്റഡ് ആണെന്നാണോ ചേട്ടൻ പറഞ്ഞു വരുന്നത്? ട്യൂപ്പിനെ കൊണ്ട് ഷൂട്ട് ചെയ്തിട്ട് ഫേസ് ഇമ്പോസ് ചെയ്തതാണോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ആ വീഡിയോ മാനിപ്പുലേറ്റഡ് ആണ് എന്നുള്ളതിന് 100% ഒരു ഇതുമില്ല, ഉറപ്പാണത്. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം എന്താന്ന് വെച്ചാൽ, ഇപ്പോ ഇത്രയും വാർത്തകൾ വരുന്നുണ്ട്, അതായത് മഞ്ജു വാര്യർ അല്ല ആ ഒരു സ്ഥാനത്ത് ഡ്യൂപ്പ് ആണെങ്കിൽ ഇതുവരെ മഞ്ജു വാര്യർ പ്രതികരിക്കുന്നില്ലല്ലോ. മഞ്ജു വാര്യർ ഈ കാര്യത്തിൽ മാത്രമല്ല ഒരു കാര്യത്തിലും പ്രതികരിക്കില്ല. എനിക്കെതിരെ 2 കേസ് ഉണ്ടായിട്ട് പ്രതികരിച്ചോ? ഞാൻ ഇത്രകാലം 5 വർഷമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പ്രതികരിച്ചോ? ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഇവർക്ക് സ്വതന്ത്രമായിട്ട് ഇത് പ്രതികരിക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഈ ദിലീപ് എന്ന് പറയുന്നത് ആരാണ്? അവരുടെ എക്സ് ഹസ്ബൻഡ് ആണ്. ഒരു എക്സ് ഹസ്ബൻഡിന് ഇവരുടെ പിന്നാലെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്? അല്ല, ദിലീപ് ആണ് ഈ സ്റ്റോക്ക് ചെയ്യുന്നത് എന്നുള്ളതിന് നമുക്ക് എവിഡൻസ് ഒന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ ദിലീപ് പറയണ്ടേ? ദിലീപ് അല്ലേ അത്? ഞാനിപ്പോ എന്റെ ഫോട്ടോയും എന്റെ പിന്നെ ഇതൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ആരെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ആരാ പറയേണ്ടത്? ഞാനല്ലേ പറയേണ്ടത്. അത് ശരിയല്ല, അത് ആരാണെങ്കിലും കണ്ടുപിടിക്കണമെന്ന് ഞാനല്ലേ പറയേണ്ടത്. അല്ല, ദിലീപിന് ഓൾറെഡി ഒരുപാട് കേസുകളും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് ഇനി ഈ ഒരു പ്രശ്നത്തിലൂടെ പ്രതികരിക്കണ്ട എന്ന് വിചാരിച്ച് മാറി നിൽക്കുന്നതാവാം. അങ്ങനെ ആയിക്കൂടെ?
അല്ല, ഇതിനകത്ത് പിന്നെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോ ഉം. പ്രതികരിക്കണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഇഷ്യൂ ഇല്ലാതാവുമോ? അത് മഞ്ജു വാര്യരുടേതായാലും ശരി, ദിലീപിന്റേതായാലും ശരി, പ്രതികരിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഇഷ്യൂ ഇല്ലാതാവുമോ? ഇപ്പൊ ഇവിടെ ഉയരുന്ന ആരോപണം എന്താണ്? ഇയാള് ഒരു ഫേക്ക് വീഡിയോ ഉണ്ടാക്കിയിട്ട് ഇത് മഞ്ജു വാര്യരുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതാണ് എന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുന്നു എന്നാണ് ആളുകൾ ആ. പൊതുവെ കരുതുന്നത്, അല്ലേ? ഉം, ഉം, ഉം. പൊതുവെ അങ്ങനെയല്ല കരുതുന്നത്. ഉം. കാരണം അയാള് അതിനകത്തുണ്ട്. അല്ല പിന്നെ ഇങ്ങനെ അങ്ങനെയല്ല, ഇവര് തമ്മിലുള്ള പിണക്കം മാറി എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ആ. അങ്ങനെ ചിന്തിക്കുന്നവർ മാത്രമല്ല. ഞാനിപ്പോ ഒരു വീഡിയോ കറക്റ്റായിട്ട് ഇടാൻ പോകണം, കാര്യകാരണ സഹിതം ആ. എന്തുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇപ്പോ പബ്ലിഷ് ചെയ്യും. ഉം, ഉം, ഉം. അതിനകത്ത് വളരെ കൃത്യമായിട്ട് ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഉം, ആ ഉം. ആ സമയത്ത് ഒരാള് വളരെ പിണക്കം മാറിയാലും പിണക്കം മാറിയില്ലെങ്കിലും ഒരാള് ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അത് വീണ്ടും റീക്രിയേറ്റ് ചെയ്യേണ്ട കാര്യം എന്താ ഉണ്ടോ? ഉം, ഉം, ഉം. വീണ്ടും അത് റീക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെന്തോ തകരാറുള്ളത് കൊണ്ടല്ലേ റീക്രിയേറ്റ് ചെയ്യുന്നത്? അല്ല, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, അതായത് ഇവര് തമ്മിലുള്ള ഒരു മഞ്ഞുരുകി അല്ല അല്ല, മനസ്സില് ഇവര് തമ്മിലുള്ള മഞ്ഞുരുകി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതായത് അയാൾക്കൊരു ഭാര്യയും മക്കളും ഒക്കെ ഉള്ള ആളല്ലേ? അല്ല അഡൾട്ടറി എത്രയോ ആണോ അല്ല, ഉദ്ദേശിക്കുന്നത്? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അതായത് വിവാഹബന്ധം വേർപെടുത്തിയാലും പിന്നെ സൗഹൃദമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ടല്ലോ. അതെ, ആ തീർച്ചയായിട്ടും ഉണ്ട്. ആ ഒരു ഈ രീതിയിലോട്ട്, സൗഹൃദം അതായത് വീണ്ടും ഈ ജീവിത സൗഹൃദം അവരുടെ ലൈഫില് ആ. ഈ സൗഹൃദം ഒരിടത്തും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഉം. സൗഹൃദം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ശത്രുതയോടെയാണ് അയാൾ പെരുമാറിയിട്ടുള്ളതെന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതെ, കാലങ്ങള് മാറി വന്നപ്പോ ചിലപ്പോ മാനസികമായിട്ട് ആ ഒരു ഉള്ളിലുണ്ട. അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇതിനകത്ത് ഈ വീഡിയോ ജെനുവിൻ അല്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഇത് ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വീഡിയോയാണ്. അതിന് ഫേക്ക് ആയിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കുമ്പോ എന്തായാലും അതിനൊരു മാൽ ഇന്റൻഷൻ ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ പിന്നെ ഫേക്ക് ആയിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കേണ്ട കാര്യം എന്താ? എനിക്ക് വേറൊരാളോട് സൗഹൃദം തുടങ്ങി, അല്ലെങ്കിൽ എനിക്ക് അയാളോടുള്ള ഒരു ഗ്രഡ്ജ് മാറി എന്നുണ്ടെങ്കിൽ ഒരു ഫേക്ക് ആയിട്ട് വീഡിയോ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഫേക്ക് ആയിട്ട് വീഡിയോ ഉണ്ടാക്കുന്നെങ്കിൽ മറുവശത്തുള്ള ആളിനെ എന്തോ ഉപദ്രവിക്കാൻ വേണ്ടി ആയിരിക്കണമല്ലോ. മറുവശത്തുള്ള ആളൊന്നും മിണ്ടില്ല എന്നുള്ള ഉറപ്പും കൂടെ ഉള്ളത് കൊണ്ടായിരിക്കണമല്ലോ. അപ്പോഴും എൻ്റെ ഒരു ചോദ്യം ഇതാണ്, അതായത് മഞ്ജു വാര്യർ ഇതുപോലൊരു ട്രാപ്പിലാണെന്ന് ചേട്ടൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ നമ്മൾ കാണുന്ന പൊതുവേദികളിലാണെങ്കിലും മഞ്ജു വാര്യർ അതായത് അഭിനയം അല്ലെങ്കിൽ പുതിയ സിനിമകളിലോട്ട് എത്തുന്നില്ലെങ്കിലും പരസ്യ ചിത്രങ്ങളിലാണെങ്കിലും അല്ലാതെ പൊതുവേദികളിലാണെങ്കിലും പരിപാടികളിലും മഞ്ജു വാര്യർ എത്തുന്നുണ്ട്. അങ്ങനെ ഒരു നിങ്ങൾക്ക് ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയുന്ന അവസ്ഥയെ പറ്റി അറിയാമോ? ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയുന്ന അവസ്ഥ എന്ന് പറയുന്നത്, ഹോസ്റ്റേജ് എന്ന് പറയുന്ന അവസ്ഥ എന്ന് പറയുന്നത്, നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെ ഹോസ്റ്റേജ് ആക്കി വെച്ചുകൊണ്ട് നമ്മൾ ഏത് രീതിയിലും പ്രവർത്തിപ്പിക്കാൻ പറ്റും. അതാണ് പപ്പറ്റിംഗ് എന്ന് പറയുന്നത്. അതാണ് അവർ പറഞ്ഞത്. എന്റെ ലൈഫ് ഒരു പപ്പറ്റിംഗ് ലൈഫാണ്, പപ്പറ്റ് ലൈഫാണ് എന്റേതെന്നാണ് പറഞ്ഞത്. ഇതാണ് ഞാൻ പൊതുവിൽ പറഞ്ഞത്. ഞാൻ എന്താ പറയുന്നത്? ഇതിനെപ്പറ്റി അന്വേഷിക്കൂ, കേസെടുക്കൂ, ഇതേപ്പറ്റി അല്ലെങ്കിൽ പൊതുസമക്ഷം അവരോട് സംസാരിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കൂ, ഇതല്ലേ പറയുന്നത്. അപ്പൊ ഇപ്പോൾ ഉള്ളൊരു ചോദ്യം എന്താ വെച്ചാൽ, ചേട്ടൻ ഒരുപാട് വീഡിയോകൾ ഈ ഒരു കുറച്ച് നാളുകളായിട്ട് ഈ ഒരു വിഷയത്തിൽ വീണ്ടും നിരന്തരം വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചേട്ടനെതിരെ വിവിധ മാധ്യമങ്ങളിൽ പല രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. ചേട്ടനാണെങ്കിൽ തന്നെയും പല മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. ഇപ്പം ഇതൊരു ചർച്ചയായൊരു വിഷയം തന്നെയാണ്. അപ്പോ ഇതുപോലെ തന്നെ നമ്മുടെ നിയമ സംവിധാനങ്ങളും ഒക്കെ അവരുടെ ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. എന്നിട്ട് ഈ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചേട്ടനെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യുകയോ അതായത് നിയമപരമായിട്ട്? ചെയ്തിട്ടില്ല. അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ നിയമപരമായിട്ട് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നിയമപരമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നു. അതൊന്നും തന്നെ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. സിസ്റ്റം തന്നെ ഈ വിഷയം സംസാരിക്കണ്ട, ഈ വിഷയം കാണണ്ട എന്ന് സിസ്റ്റം തന്നെ തീരുമാനം എടുത്തിരിക്കുകയാണ്. അപ്പോ ഉള്ളൊരു ചോദ്യം, ഇതുപോലെ നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി VD സതീശനെയോ ആരെങ്കിലും ചേട്ടൻ പേഴ്സണലി ഈ ഒരു കാര്യം പറഞ്ഞ് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? കണ്ടു, നേരിൽ കണ്ടു. അതിനുശേഷം ഉണ്ടായിരുന്നുള്ള പ്രതികരണം എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ അവരുടെ സംഭവിച്ചിട്ടില്ല. ചേട്ടനോടുള്ള സമീപനം എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ കേസ് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ?
ഞാനൊരു പരാതിയുമായി രമേശ് ചെന്നിത്തലയെ കാണാൻ പോയി. അപ്പൊ അദ്ദേഹം അത് വാങ്ങിയിട്ട് അനുഭാവപൂർവ്വം തന്നെ അത് കേൾക്കുകയും ചെയ്തു. അതിനകത്ത് അന്വേഷിക്കാൻ വേണ്ടി എഴുതി ഒപ്പിടുകയും ചെയ്തു. ആ പേപ്പർ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് പിന്നെ കാണാനില്ല. ആ പേപ്പർ പിന്നെ അദ്ദേഹത്തിന്റെ ഒരു അസിസ്റ്റന്റ് എന്നോട് പറഞ്ഞത് അത് നമ്പർ ഇട്ടിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് അത് കാണാനില്ല എന്നാണ് ഞാൻ അറിയുന്നത്. ഇതാണ് നമ്മളെ നിയമ സംവിധാനങ്ങൾ എന്ന് പറയുന്നത്. ഇതാണ് സിസ്റ്റം തന്നെ ഈ സംഗതി കാണണ്ട, കേൾക്കണ്ട എന്ന് വിചാരിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഈ അതായത് പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ചേട്ടനൊരു വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഇതിനു മുന്നേ സംസാരിച്ചപ്പോ ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെ. ഇപ്പൊ ആ ഒരു കാര്യത്തില് അതായത് വിശ്വാസം പുതിയ സർക്കാരിലുള്ള വിശ്വാസവും നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ എനിക്ക് മനസ്സിലായതെന്ന് പറയുന്നത് സർക്കാരിനെ നിയന്ത്രിക്കുന്നത് ഒരു മാഫിയയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാര്യത്തിലായാലും ശരി, ഈ സർക്കാരിന്റെ കാര്യത്തിലായാലും സർക്കാരിനെ ഇക്കാര്യത്തിൽ ഒരു മാഫിയ നിയന്ത്രിക്കുന്നുണ്ട്. ആ മാഫിയ പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്തുള്ള സെക്സ് റാക്കറ്റുമായിട്ട് അടുത്ത ബന്ധമുള്ള മാഫിയാണ്. അതുകൊണ്ടാണ് സർക്കാരിനെ അത് നിയന്ത്രിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ഇതേ കാര്യം തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ടായത്. ഈ സർക്കാരിന്റെ കാലത്തും അതേ കാര്യം തന്നെയാണ് നടക്കുന്നത്. കാരണം ഇതിനകത്ത് സ്റ്റേറ്റ് ഗവൺമെന്റിനകത്തും വളരെയധികം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകളും പോലീസ് ഡിപ്പാർട്ട്മെന്റിനകത്തുള്ള ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇതിനകത്ത് പങ്കുണ്ട്. അതുകൊണ്ടാണ് ഇതേപ്പറ്റി, അല്ലെങ്കിൽ ഇതൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരാള് നിരന്തരം ഇങ്ങനെ പരാതി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അന്വേഷിക്കും അല്ലേ? അതെ. ഇതിനകത്ത് ഒരു അന്വേഷണവും ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ ഭൂമി മലയാളത്തില് അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. ഈ വിഷയം ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഉയർത്തുന്നു. ഇപ്പൊ കഴിഞ്ഞ ഒരു 10-20 ദിവസമായിട്ടത് എല്ലാവർക്കും അറിയാം. തനിക്കെതിരെ ശാന്തിവിള ദിനേശ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കെതിരെയും സനൽകുമാർ പ്രതികരിക്കുകയുണ്ടായി. ശാന്തിവിള ദിനേശ് എന്ന് പറയുന്ന ആള് ചേട്ടനെ കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിലും ചേട്ടനെ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയും അന്വേഷിക്കപ്പെടുമെന്ന് എനിക്കറിയില്ല. അയാൾ എനിക്കെതിരെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അയാള് പിന്നെ എന്താണ് എനിക്കെതിരെ വളരെ സ്ലാൻഡറസ് ആയിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വിടുമെന്നൊക്കെ പറയുന്നത്. അതിന്റെ പിന്നിൽ എന്തായിരിക്കും കാരണം? അത് ഇപ്പം ദിലീപും അല്ലെങ്കിൽ കാലമായിട്ട് ഇത് 2019 ശേഷം, ഈ കയറ്റം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം എന്റെ ഇമേജ് ടാർണിഷ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുവെന്ന് 2019 മുതൽ ഞാൻ കൊടുക്കുന്ന കംപ്ലൈന്റ്സാണ്. 2019 മുതൽ ഞാൻ ഇതേ പരാതികൾ കൊടുക്കുന്നു. എന്റെ ഇമേജ് ടാർണിഷ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു. പല കോണുകളിൽ നിന്ന് എന്റെ സിനിമ താഴ്ത്തി വയ്ക്കുന്നു. എന്റെ മാന്യതയെ കളങ്കം വീഴ്ത്താവുന്ന രീതിയിലുള്ള പലതും പ്രചരിക്കുന്നു. ഇതൊക്കെ അന്വേഷിക്കണം, ഇതിന്റെ ഉറവിടം എവിടെയാണെന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പരാതി കൊടുക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. അല്ല, ശാന്തവിള ദിനേശ് എന്ന് പറയുന്ന ആൾക്ക് ചേട്ടനോട് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം ഉണ്ടോ? എനിക്ക് അയാൾ അറിഞ്ഞ പോലും കൂടാ. അയാൾക്ക് എന്നോട് എന്തിനാ വ്യക്തിവൈരാഗ്യം? എനിക്ക് അയാൾ അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ ഞാൻ കേട്ടൊരു മറ്റൊരു കാര്യമാണ്, ജോജു ജോർജുമായിട്ടുള്ള ഒരു സിനിമ കഴിഞ്ഞതിന് ശേഷം ചേട്ടൻ ജോജു ജോർജുമായിട്ട് തെറ്റിപ്പിരിയേണ്ട ജോജു ജോർജുമായിട്ട് പിണങ്ങിയതിന്റെ കാരണം എന്ന് പറയുന്നത്, ജോജു ജോർജ് ചോല എന്ന് പറയുന്ന സിനിമയുടെ ഇന്റർനാഷണൽ ഡിസ്ട്രിബ്യൂഷൻ നിർത്താൻ വേണ്ടി അതിന്റെ ഇന്റർനാഷണൽ ഏജൻസിക്ക് ഒരു കത്തെഴുതി, ഒരു ഇമെയിൽ അയച്ചു. ആ ഇമെയിലിനെ കുറിച്ച് അത് എന്നോട് പറഞ്ഞിട്ടില്ല. ആ ഇമെയിലിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി ഞാൻ അയാളെ വിളിക്കുമ്പോൾ അയാൾ ഫോൺ എടുക്കുന്നില്ല. അപ്പൊ ഞാൻ അയാളുടെ പിന്നെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്, സുരാജ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ സുരാജിനെ വിളിച്ചു. അപ്പൊ സുരാജ് പറഞ്ഞു, ചേട്ടാ എന്റെ 2 സിനിമകളുണ്ടായിരുന്നു, ചോലയും പിന്നെ അല്ലി എന്ന് പറയുന്നത് അതിന്റെ തമിഴ് റീമേക്ക്. അപ്പൊ ഈ 2 സിനിമകളും ദിലീപ് വാങ്ങുന്നു എന്ന് പറഞ്ഞിട്ടൊരു ചർച്ച നടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ ദിലീപ് വാങ്ങുന്നു എന്ന ചർച്ച ഞാനും അറിഞ്ഞില്ല. ഇതേക്കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പൊ ഒരാഴ്ച കഴിഞ്ഞിട്ട് അയാൾ പറയാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, ആരും എടുക്കുന്നില്ല. ഇയാളും എടുക്കുന്നില്ല, ജോജു എടുക്കുന്നില്ല. ഈ അല്ലി എന്ന് പറയുന്ന സിനിമ തമിഴ്നാട്ടിലാണ് ഉണ്ടായിരുന്നത്. ഈ പിന്നെ സ്റ്റോൺ ബെഞ്ച് എന്ന് പറഞ്ഞിട്ട് കാർത്തിക് സുബ്രാജിന്റെ പ്രൊഡക്ഷൻ കമ്പനിയിലായിരുന്നു അത് ചെയ്തിരുന്നത്. അവിടുന്ന് ഇവര് ഹാർഡ് ഡിസ്ക് വാങ്ങിക്കൊണ്ട് പോയി. അപ്പൊ അത് ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാത്തത് കൊണ്ടാണ് ഞാൻ അത് പോസ്റ്റ് ഇടുന്നത്. അങ്ങനെയാണ് പണങ്ങുന്നത്. അതുപോലെ തന്നെ കേട്ടതാണ് ടോവിനോയുമായിട്ടുള്ള പ്രശ്നവും. ടോവിനോ പറഞ്ഞത് ഇതൊന്നും തന്നെ എന്റെ കുഴപ്പമല്ല. ആളുകൾ പറയുന്നത് എന്റെ കുഴപ്പമാണെന്ന്. എന്റെ സിനിമ പുറത്തിറങ്ങാത്തത് എന്താണെന്ന് ഞാൻ ചോദിക്കുമ്പോൾ ഇവരാരും മിണ്ടത്തില്ല. എന്തുകൊണ്ടാണ് സിനിമ ഇത് ജോജുവിനോട് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ അല്ലി എന്ന് പറയുന്ന സിനിമ മടക്കി വാങ്ങിക്കൊണ്ടു പോയത്, എന്തുകൊണ്ട് പുറത്തിറങ്ങിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ഫോൺ എടുക്കില്ല.
ടൊവിനോയോട് ചോദിക്കുമ്പോൾ ടൊവിനോ പറയുന്നു, ടൊവിനോ എന്താണ് എന്റെ കരിയർ പ്രശ്നത്തിലാവും എന്ന് ടൊവിനോ എനിക്ക് വോയിസ് മെസ്സേജ് അയക്കുക, ചേട്ടാ ഇത് പുറത്തിറങ്ങിയാൽ എന്റെ കരിയർ പ്രശ്നത്തിലാവുമെന്ന്. എന്താണിത്? അത് കഴിഞ്ഞിട്ട് മഞ്ജു വാര്യരോട് ഉള്ള സിനിമ ചെയ്യുമ്പോൾ അതിനെപ്പറ്റി ചോദിച്ചിട്ട് ആർക്കും അറിയില്ല, ആരും പുറത്തിറങ്ങുന്നതിനെ പറ്റി മിണ്ടുന്നേ ഇല്ല. ഇതേക്കുറിച്ച് ചോദിക്കുമ്പോ ഇതൊന്നും ഒരു വിഷയമല്ല, നിങ്ങൾ മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അങ്ങനെ വരുമ്പോഴാണ് ഞാൻ ഇതൊക്കെ പബ്ലിക്കായിട്ട് പറയേണ്ടി വരുന്നത്. ഇത് മാത്രമല്ല, എനിക്കെതിരെ ഇങ്ങനെ വളരെ സ്ലാൻഡറസ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രചരിക്കുകയും എനിക്ക് ഭ്രാന്താണെന്നുള്ള ഇത് ഭയങ്കര വ്യാപകമായിട്ട് പ്രചരിച്ചു. സനൽകുമാർ ശശിധരനും ഭ്രാന്തനായി, അയാൾ ഇൻവാലിഡ് ആയി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിലൂടെ അങ്ങനെ പ്രചരിക്കുകയും മറു സൈഡിലൂടെ എന്നെ കൊല്ലാനുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുന്ന സമയത്താണ് ഞാനിത് പബ്ലിക്കായിട്ട് പറയുന്നത്. പബ്ലിക്കായിട്ട് പറയുമ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് പബ്ലിക്കായിട്ട് പറയേ വഴിയുള്ളൂ. ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ഈ മഞ്ജു വാര്യരുടെ ഇഷ്യൂ പബ്ലിക്കായിട്ട് പറയാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണ്? ഞാൻ അവരെ നേരിൽ കാണാൻ ശ്രമിച്ചിട്ട് നടക്കാത്തതുകൊണ്ടാണ്. അതേപ്പറ്റി പരാതി കൊടുത്തിട്ട് അന്വേഷിക്കാത്തതുകൊണ്ടാണ്. എനിക്ക് പബ്ലിക്കായിട്ട് പറയാതെ നിവൃത്തിയില്ല. അപ്പൊ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഒറ്റ സംശയം. അതായത് ഇപ്പൊ നമ്മൾക്ക്, അതായത് എനിക്ക് ഒരാളോട് ഇഷ്ടമുണ്ട്, താല്പര്യമുണ്ട്, നമ്മളെ ഇപ്പൊ വീട്ടിലാണെങ്കിലും നമ്മളെ തടഞ്ഞു വെച്ചു എന്നിരിക്കട്ടെ, നമ്മൾ ഏതെങ്കിലും ഒരു വഴിയില്, അതായത് നമ്മൾക്ക് അത്രമാത്രം ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വഴിയില് അവരെ കോണ്ടാക്ട് ചെയ്യാനോ അങ്ങനെ ഒരു ശ്രമം നടത്തില്ലേ? അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ്, പിന്നെ ഞാൻ കോണ്ടാക്ട് ചെയ്യാനുള്ള ശ്രമം നടത്തിയെന്നല്ലേ ഞാൻ പറയുന്നത്. പക്ഷെ പിന്നീട്, അതായത് ചേട്ടൻ പരാതി കൊടുത്തതിന് ശേഷം ഒരു തവണ വിളിച്ചിരുന്നു, അല്ലെങ്കിൽ ഒരു തവണ വോയിസ്. അതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ വളരെ ഡിഫറെന്റ് ആണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ നടി ആക്രമിക്കപ്പെട്ട കേസില് ഈ 8ാം പ്രതിക്കെതിരെ എവിഡൻസിന്റെ ഒരു ഹിമാലയമുണ്ട്, തെളിവുകളുടെ കൂമ്പാരമുണ്ട്. അതൊന്നും കണ്ടില്ല എന്ന് നടിച്ചിട്ട് ഒരു കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടിരിക്കുക. അയാൾക്കെതിരെ അതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഗൂഢാലോചന നടത്തി എന്നുള്ള കേസ് നടക്കുകയാണ്. അതിൽ മുന്നോട്ട് പോകുന്നില്ല. കോടതിയുടെ കസ്റ്റഡിയിൽ ഇരുന്ന മെമ്മറി കാർഡ് എടുത്തുകൊണ്ട് പോയി എന്നുള്ള ഇതിലൊരു കേസ് നടക്കുന്നുണ്ട്. അതിലും പുള്ളിയാണ് ദൂരവ്യാപകമായിട്ടത്. ഇയാൾക്കെതിരെ മൊഴി പറഞ്ഞ ഒരു ബാലചന്ദ്രകുമാറിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷണം നടക്കാന്ന് പറഞ്ഞിട്ട് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി മുന്നോട്ട് പോകുന്നില്ല. ഇതിന്റെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത്, ഇയാൾക്കെതിരെ ഒരു തരത്തിലും ഇയാളെ ചൂണ്ടുന്ന ഒരു പരാതിയും മുന്നോട്ട് പോവില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു ഇത് ആരാണ് ചെയ്യുന്നത്? നമുക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള ഇത്രയും അറിയപ്പെടുന്ന ഒരു നടിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോ ഇതെന്ന് പറയുന്നത് ഒരാളുടെ പ്രശ്നമല്ല. ഇത് മഞ്ജു വാര്യർ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്രയും പവർഫുൾ ആയിരിക്കും. പക്ഷെ അവര് നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള വളരെ ശക്തമായിട്ടുള്ളൊരു പ്രശ്നമാണ്. അത് മാത്രമല്ല, അവര് എന്നോട് തുറന്നു പറഞ്ഞതാണ് അവരുടെ മകളെ ഹോസ്റ്റേജ് ആക്കി വെച്ചിട്ടുണ്ട് എന്ന്. ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ നിങ്ങൾ പറയുന്നല്ലോ മഞ്ജു വാര്യരും ദിലീപും കൂടിക്കാഴ്ച നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും അവരുടെ മകളും അവരുമായിട്ടല്ലേ കൂടിക്കാഴ്ച നടത്തേണ്ടത്? അല്ലേ? അതെ. ഒരു അമ്മയും മകളുമായിട്ടല്ലേ കൂടിക്കാഴ്ച നടത്തേണ്ടത്? ഇയാള് വേറെ ആരുടെ ഭർത്താവില്ലേ? ഇയാൾക്ക് ഇവരായിട്ട് കൂടിക്കാഴ്ച നടത്താൻ എന്താണ് അവകാശം? നമ്മൾക്കറിയില്ലല്ലോ, ചിലപ്പോ അവര് അമ്മയും മകളും അമ്മയും മകൾ, ഞാൻ ചോദിക്കുന്നത് അമ്മയും മകളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് ആർക്കറിയാം? ആരാണ് പറയുന്നത്? അതല്ല ഞാൻ പറഞ്ഞത്, അമ്മയും മകളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നുണ്ടോ, അല്ലെങ്കിൽ അവര് തമ്മിൽ പേഴ്സണൽ കാണുന്നുണ്ടോ? അതല്ലേ പറഞ്ഞത്. ഞാൻ ഒരു വിഷയം മുന്നോട്ട് വെച്ചത് എന്താണ്, അവരെന്നോട് പറഞ്ഞത് അവരുടെ മകളുടെ ലൈഫിന് ത്രെട്ട് ഉണ്ട് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ശബ്ദരേഖ സഹിതം ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. അത് അന്വേഷിച്ചാൽ തീർന്നില്ല കാര്യം. അപ്പൊ നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല, അത് അല്ല ഇതല്ല എന്നൊക്കെ ഈ നാട്ടുകാർക്ക് തോന്നുന്ന പോലെ പറയുന്നത് എന്തിനാണ്? അന്വേഷിച്ച പോരെ? നമുക്ക് അതിനുള്ള സൗകര്യങ്ങളില്ലേ? ഞാൻ ചോദിക്കട്ടെ, ചേട്ടൻ ഇതുപോലെ ആഭ്യന്തരമന്ത്രിനെ കാണാൻ പോയ സമയത്ത് ഈ ഓഡിയോ ക്ലിപ്പ് കേൾപ്പിച്ചു കൊടുത്തിരുന്നോ? എങ്ങനെയാണ് ഓഡിയോ ക്ലിപ്പ് കേൾപ്പിക്കുന്നത്? ഓഡിയോ ക്ലിപ്പ് കേൾപ്പിച്ചാൽ തന്നെ ആഭ്യന്തരമന്ത്രി ആരാണ്? ഫോറൻസിക് ലാബാണോ? ഇത് ആഭ്യന്തരമന്ത്രി കേൾക്കുകയോ ഞാൻ കേൾക്കുകയോ നിങ്ങൾ കേൾക്കുകയോ അല്ല. ഞാൻ കേട്ടതിന്റെ കാര്യം ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇവരാണെന്ന് ഓതന്റിക് ആയിട്ട് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് അന്വേഷിക്കാനാണ് പറയുന്നത്. അല്ല ആഭ്യന്തരമന്ത്രി കേൾപ്പിച്ചു കൊടുത്തിട്ട് ഇത് മഞ്ജു വാര്യർ പറയാൻ പുള്ളിക്ക് എന്താ അതോറിറ്റിയുള്ളത്? പുള്ളി ഒരു സാധാരണ മനുഷ്യനാണ്. ഒരു കസേരയിൽ ഇരിക്കുന്നേ ഉള്ളൂ. ജനാധിപത്യത്തിൽ ഒരു അധികാര കസേരയിൽ ഇരിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ് അദ്ദേഹം.
അദ്ദേഹത്തിന് എന്താ അതോറിറ്റിയാണുള്ളത്? അദ്ദേഹം ചെയ്യേണ്ടത് ഒരു അന്വേഷിക്കാൻ അയക്കുന്നു, അത് ഫോറൻസിക് ലാബിൽ അയക്കുകയോ, അല്ലെങ്കിൽ എന്തിനു ഫോറൻസിക് ലാബിൽ അയക്കണം? പോലീസ് ഉദ്യോഗസ്ഥര് വളരെ സുരക്ഷിതമായ ഒരു സന്ദർഭത്തിൽ അവരെ പോയി കണ്ട് മൊഴിയെടുത്ത പോരെ? അതല്ല ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് പറയുമ്പോൾ ഞങ്ങൾ തമ്മിൽ പരസ്പരം കാണാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഡിസ്പ്യൂട്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾ പരസ്പരം ഇത് ശരിയാണോ എന്ന് പരസ്പരം കാണിച്ച് ചോദിച്ചപ്പോഴേ തീർന്നില്ലേ? ഇതല്ലേ സാധാരണ നടക്കുന്നത്? എല്ലായിടത്തും സാധാരണ അങ്ങനെയല്ലേ നടക്കുന്നത്? ഒരാള് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ എതിർകക്ഷിയെ വിളിക്കും, എന്താണ് സംഭവം എന്ന് ചോദിക്കും, അപ്പൊ തീരില്ലേ? ഈ 5 വർഷം എന്തിനാണ് ഒരാൾ ഇങ്ങനെ നീണ്ടിരിക്കുന്നത്? ഇതിനകത്തൊക്കെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്തൊക്കെ തന്നെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമുക്ക് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അത് അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും, അങ്ങനെ അല്ലായിരിക്കും, ഇങ്ങനെ എല്ലായിരിക്കും എന്ന് ഊഹാപോഹങ്ങൾ എന്തിനു പറയുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ പറയുന്നു, ഞാൻ ഈ സ്ത്രീയോട് സംസാരിച്ചു, അതിന്റെ ശബ്ദരേഖയാണ് ഇത് ഈ സ്ത്രീ തന്നെയാണ് എന്ന് ഞാൻ പറയുന്നു. ആരാണ് ഫസ്റ്റ് ആയിട്ട് അതിൽ ഡിനേ ചെയ്യേണ്ടത്? ആ സ്ത്രീ. അപ്പൊ ഞാൻ പറയുന്നു, ആ സ്ത്രീ പുറത്തു വന്ന് പറയാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് പുറത്തിറങ്ങി മിണ്ടാനേ പറ്റില്ല, ഒരു പപ്പറ്റ് ലൈഫ് ജീവിക്കുകയാണ്, അവരുടെ മകളുടെ ഹോസ്റ്റേജ് ആയിട്ട് വെച്ചിട്ടാണ് ഇവരെ നിയന്ത്രിക്കുന്നത് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അത് ശബ്ദരേഖയിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഒരു ശരിക്കും പറഞ്ഞ ഒരു സെയിൻ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ, ഒരു സമൂഹമാണെങ്കിൽ, ഒന്നുകിൽ പോലീസുകാരെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് അവിടെ പോയി അവർക്ക് സുരക്ഷിതമായ ഒരു അന്തരീക്ഷത്തിൽ ഇരുത്തി അവരെ ചോദ്യം ചെയ്യും. അതല്ലെങ്കിൽ പോലീസ് അത് ചെയ്തില്ല എങ്കിൽ ഇവിടെ കരുത്തരായ ജനങ്ങളുണ്ട്, അവര് ഒരുമിച്ച് ഒരു തീരുമാനം എടുക്കും, ഞങ്ങൾ അവരെ പോയി കാണും, അവരുടെ പ്രശ്നം എന്താണെന്ന് അറിയും എന്ന് തീരുമാനം എടുക്കും. അല്ലേ? ഈ സെയിൻ ആയിട്ടുള്ള ഒരു സൊസൈറ്റി അതല്ലേ ചെയ്യേണ്ടത്? അതിന് പകരം ഞാൻ പറയുന്നു, ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്, ഇവര് ഒരു മാഫിയ തടവിലാണ്, മാഫിയയുടെ രഹസ്യങ്ങൾ അറിയാമെന്നുള്ള ഒരു സ്ത്രീയാണ് ഇവര് രഹസ്യങ്ങൾ പുറത്തു പറയാമെന്നുള്ളൊരു അപകടസന്ധിയിൽ ഇവരെ കൊന്നുകളയും എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 5 വർഷമായി, അപ്പോഴെല്ലാം ചോദിക്കുന്നത് കൊന്നില്ലല്ലോ എന്നാ പറയുന്നത്. നിങ്ങൾ എന്താ കൊല്ലാൻ വേണ്ടി കാത്തിരിക്കണോ? ഇത് ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നിരന്തരം ഇത് ലൈം ലൈറ്റിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഇഷ്യൂ ഇങ്ങനെ ഇവരിങ്ങനെ നിൽക്കുന്നത്. ഇപ്പൊ നോക്കൂ, ഇത്രയും കാലം ഇല്ലാത്ത ഒരു പുതിയ സംഭവം പൊട്ടിപ്പുറപ്പെട്ട് വന്നിരിക്കുന്നു. ശാന്തിവിള ദിനേശൻ എന്ന് പറയുന്ന ഒരാൾ, അയാൾ എനിക്ക് അറിഞ്ഞേകൂടാ, അയാൾ എനിക്കെതിരെ എന്തൊക്കെയോ അപവാദങ്ങൾ പറയാണ്, ഞാൻ മഹാമോശമാണെന്ന് പറയുന്നു. ഇത്ര കാലം ഇതൊന്നും പുറത്തു പറയാത്ത ആൾ ഈ സമയത്ത് എന്തിനാണ് പറയുന്നത്? അയാളോട് എനിക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? അയാൾക്ക് എന്നോട് എന്തെങ്കിലും വിരോധമുണ്ടോ? ഒന്നുമല്ല. ഇത് അയാളെ കൊണ്ട് പറയിക്കുന്നതാണ്. അയാൾക്ക് എനിക്കെതിരെയൊക്കെ എന്തൊക്കെയോ തെളിവുകളുണ്ടെന്ന്. എന്ത് തെളിവാണെങ്കിലും അയാൾ പുറത്തുവിടല്ലേ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തെങ്കിലും ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ എന്താ ചെയ്യേണ്ടത്? പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കണം, അല്ലേ? അതെ. അയാൾക്കൊരു ക്രൈമിനെ പറ്റി അറിവുണ്ടെങ്കിൽ അയാൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കണം. പോലീസ് കേസ് എടുത്തില്ലെങ്കിൽ അയാൾ പുറത്ത് പറയട്ടെ. അതല്ലെങ്കിൽ അയാൾ പുറത്ത് പറയട്ടെ, എനിക്കറിയാം, ഞാൻ നിന്നെ അങ്ങ് ചിറച്ചു കളയുമെന്ന് പറയുന്നതാണോ ശരി? ശരിയല്ല. അതല്ലല്ലോ. ഇതൊക്കെ ഭീഷണിയാണ്. എന്തിനാണ്? ഇത് നിർത്തണം, ഞാനിത് സംസാരിക്കാൻ പാടില്ല, ഇത് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ നിനക്കെതിരെയുള്ള ഇതൊക്കെ പുറത്തുവിടും, അപ്പൊ ജനങ്ങളെല്ലാം നിനക്കെതിരെ തിരിയും. ഇതാണ് പറയുന്നത്. ഈ ജനങ്ങൾ, നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അത്ര പൊട്ടന്മാരാണെന്നാണ് ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത്. ഒരു കണക്കിന് അത് ശരിയാണ്. കാരണം ഇത്ര കാലം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഈ ജനങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾക്ക് വേറെ പണിയില്ലേ, നിങ്ങൾ നിർത്തി പൊക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ നാട്ടിലൊരു ഫെലോ സിറ്റിസന്റെ കാര്യം ഞാൻ പറയുക. എനിക്ക് അവരോട് പ്രേമമുണ്ടോ, അവർക്ക് എന്നോട് പ്രേമമുണ്ടോ, അതൊക്കെ രണ്ടാമത്തെ കാര്യം, അത് വിടും. ഇപ്പൊ ഇത്ര കാലത്തിന് ശേഷം അവരൊന്ന് പറയാണ്, സനൽ എനിക്ക് ഇങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യും? അയ്യോ, എന്നെ കെട്ടിയേ പറ്റുള്ളൂ എന്ന് ഞാൻ പറയൂ? എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ വളരെ സിൻസിയർ ആയിട്ട്, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ പറയുന്നു. അത് ഇഷ്യൂ എന്താണ്? ഞാൻ അവരും ചേർത്തിട്ട് ഒരു സിനിമ എടുത്തിട്ടുണ്ട്. ആ സിനിമ പുറത്തിറങ്ങുന്നില്ല. അതിന്റെ കാര്യം അന്വേഷിക്കുമ്പോൾ അറിയുന്നത് ഞാൻ അവരും തമ്മിലുള്ള ബന്ധം കൊണ്ട് എന്റെ ജീവിതവും സിനിമകളും പൂഴ്ത്തിവെക്കുകയാണ്. ഇത് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കെതിരെ അവരുടെ പേരിൽ ഒരു കള്ളക്കേസ് കൊടുത്തിട്ടുണ്ട്. അത് അവർ അറിഞ്ഞിട്ടില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അവർക്കൊന്നും പറയാൻ പറ്റാത്തത് അവരുടെ മകള് ഹോസ്റ്റേജ് ആയിട്ടിരിക്കുന്നതുകൊണ്ടാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പബ്ലിക്കായിട്ട് പറയേണ്ടി വരുന്ന അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അല്ലെങ്കിൽ നിയമ സംവിധാനത്തിന്റെ മുന്നിൽ പോയിട്ട് ഇതൊന്നും കേൾക്കുന്നില്ല ആരും. അപ്പൊ ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നു. പബ്ലിക്കായിട്ട് പറയുന്നത് എന്താണ്? നീ നിർത്തിക്കോ, നീ മോശമാണ്, നിന്നെ ഞാനിപ്പോ ശരിയാക്കി കളയും, നിന്നെ ചീത്തയാക്കി കളയും എന്നൊക്കെ ഓരോരുത്തർ വന്ന് പറയുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എനിക്കുണ്ടാകുന്ന ഡാമേജ് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ?
എന്തുമാത്രം ഡാമേജ് ഉണ്ടാകുന്നെന്ന് അറിയാമോ എനിക്ക്? സമൂഹത്തിൽ സത്യം പറഞ്ഞ എന്റെ ബന്ധുക്കൾക്കൊന്നും ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവാത്ത ആളുകളാണ്. സാധാരണ മനുഷ്യരാണ് അവർ. ഇന്നത്തെ അന്നം കിട്ടി ജീവിക്കുന്ന മനുഷ്യരാണ്. അവർക്ക് എന്താ വിചാരിക്കുന്നത്? അവർ വിചാരിക്കുന്നത് ഇവന് ഭ്രാന്താണ്, ഇവൻ എന്തിനാണ് ഈ സ്ത്രീയുടെ പിന്നാലെ നടക്കുന്നതെന്ന് ചോദിക്കുള്ളൂ. പക്ഷെ എനിക്ക് ഞാൻ ഇത് നിർത്തി പോകാൻ പറ്റാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് എനിക്കറിയാം ആ ഇഷ്യൂന്റെ ഗ്രാവിറ്റി. ഇത്ര കാലം നിങ്ങൾ നോക്കൂ, ഇത്ര കാലം ഒരാൾ ഈ വിഷയത്തെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് ഭ്രാന്താണെന്നാണ്. എനിക്ക് ഭ്രാന്തില്ല എന്നറിയാവുന്ന എത്രയോ മനുഷ്യരുണ്ട്. അവരാരും ഒരു വാക്ക് കൊണ്ട് സനൽ പറയുന്നത് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ റീസെന്റ് ആണ് കുറച്ച് സാംസ്കാരിക പ്രവർത്തകർ ഇത് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്താവന ഇറക്കിയത്. ആ സാംസ്കാരിക പ്രവർത്തകരെയാണ് ഈ പറയുന്ന ശാന്തിവിള ദിനേശൻ അപമാനിക്കുന്നത്. അയാൾ ആരാണ്? ശാന്തിവിള ദിനേശനെ ആരാണ് ഞാൻ ചോദിക്കുന്നത്? ആരാണ് അയാൾ? ഈ ആളുകളെ ഇങ്ങനെ തെറി പറയുന്ന അല്ലാതെ അയാൾ ആരാണ്? അയാൾ എന്നെ കുറെ തന്തയ്ക്കൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. ആരാണ് അയാൾ? ഞാൻ ചോദിക്കുന്നത് അയാൾ പറയുന്നതിൽ എന്തെങ്കിലും ക്രെഡിബിലിറ്റി ഉണ്ടെങ്കിൽ അയാൾ എന്താ ചെയ്യേണ്ടത്? എനിക്കെതിരെ ഞാൻ എന്തെങ്കിലും ക്രൈം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അയാൾ കൊണ്ട് കേസ് കൊടുക്കണം, അല്ലേ? പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. ഇയാള് ഒരു ക്രിമിനലാണ് എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. ഇതെന്താണ് പറയുന്നത്? ഇയാൾ എന്തിനാണ് ചെയ്യുന്നത്? ഇത്ര കാലം ഇല്ലാത്ത കാര്യം. ഇത് തുടങ്ങിയത് ഒരു 3 വീഡിയോ ആയി, ഒരു 2 ആഴ്ചയായി തുടങ്ങിയിട്ട്. എന്തിനാ കാര്യം? ഇത് നിർത്തണം. ഇത് നിർത്താൻ എന്താണ്? ഞാൻ ഈ മഞ്ജു വാര്യർ ഇയാളുടെ സഹോദരി വല്ലതാണോ? അല്ലല്ലോ. അപ്പോ അയാൾക്കല്ല പ്രശ്നം. പ്രശ്നം മറ്റാർക്കോ ഉള്ള പ്രശ്നം ഇയാൾ വഴി പുറത്തു വരികയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് മുഴുവനും വളരെ മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് സമൂഹം അതിനെ ശക്തമായിട്ട് പ്രതികരിക്കണം. ഞാൻ എപ്പോഴും പറയുന്നു, എനിക്കെതിരെ എന്ത് ആരോപണം ഉണ്ടെങ്കിലും ഞാനത് നേരിടാൻ തയ്യാറാണ്. ഞാന് വിചാരണ നേരിടാൻ തയ്യാറാണ്. കേസാണെങ്കിൽ കേസ്, അറസ്റ്റ് ആണെങ്കിൽ അറസ്റ്റ്, എന്ത് വേണേ ആയിക്കോട്ടെ. കേസ് എടുക്കും, അന്വേഷിക്കും, എന്നെ അറസ്റ്റ് ചെയ്യുമെങ്കിൽ അറസ്റ്റ് ചെയ്യും, അകത്താക്കും, എന്ത് വേണേലും ചെയ്യും. പക്ഷെ ഞാൻ ജെന്യൂൻ ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നു. അത് ഇന്നലെയും പറയാൻ തുടങ്ങിയതല്ല, 2019 അവസാനം മുതൽ പറയാൻ തുടങ്ങിയ കാര്യമാണ്. അത് അന്വേഷിക്കണം. അത് അന്വേഷിക്കാതെ ഞാൻ എന്റെ കൊക്കിൽ ജീവനുള്ള കാലത്തോളം ഞാൻ നിർത്തില്ല. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സനൽകുമാർ പറയുന്നത് ശരിയെങ്കിൽ കേരളത്തിലെ നിയമ സംവിധാനങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യം ബാക്കിയാവുകയാണ്.